അറിഞ്ഞോ അറിയാതെയോ പോലും തെറ്റ് ചെയ്യാത്തവർ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. ചില ദുർബല നിമിഷങ്ങളിലൊക്കെ അറിയാതെ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു ദ്രോഹചിന്തയൊക്കെ ചിന്തിച്ചു പോകും. അത് നമ്മുടെ മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ മുന്നിൽ ഒരാൾ കയറി വന്നാൽ ഗുരുവായൂരപ്പ നല്ല വിളിക്കുക, ഈ ശല്യം ഇവിടുന്ന് കയറി വന്നതെന്ന് മനസ്സറിയാതെ അങ്ങനെ പറഞ്ഞു പോവുക. മനസ്സിന്റെ ഒരു കുഴപ്പമാണത്. അപ്പൊ അറിയാതെയോ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ നടന്നു പോകുമ്പോൾ എത്രയോ എറുമ്പുകളെ കൊന്നിട്ടുണ്ടാവാം, വീട്ടിൽ നിന്ന് എത്രയോ കൊതുകളെ കൊന്നിട്ടുണ്ടാവാം. അപ്പൊ എങ്ങനെയെങ്കിലും മനുഷ്യൻ അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ എന്താ മാർഗം പറഞ്ഞു? പ്രായച്ചിത്തമതോ പാത്തം. പ്രായച്ചിത്തമാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നിയാൽ തന്നെ ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ കുറെ മുക്തനാവുന്നതാണ്. പക്ഷെ ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആൾക്ക് നാണം ഉണ്ടാവില്ല, ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, അയ്യോ എന്തിനാ ഞാനിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. രണ്ടാമത് അതേ തെറ്റ് ചെയ്യുമ്പം തോന്നും, ഈശ്വര ഞാൻ വീണ്ടും തെറ്റാണല്ലോ ചെയ്യുന്നത് എന്ന്. മൂന്നും നാലും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അതുതന്നെ അയാൾക്കൊരു ഇതായി മാറുന്നവരെയാണ്, പിന്നെ സ്വഭാവമായി മാറും. പിന്നെ ഈ കുറ്റബോധം ഉണ്ടാവില്ല. അപ്പൊ പ്രായച്ചിത്തമാണ് അതിനുള്ള മാർഗം എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് പറയാണ്, ഈ പ്രായച്ചിത്തം കൊണ്ട് പാപങ്ങൾ തീരുമെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആയിരിക്കില്ല, എത്രയോ നേരെയാവും. ഈ പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്നത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായച്ചിത്തമതോപാത്തം മന്യേ കുഞ്ചര ശൗചവത്നാണ്. ഏതുപോലെയാണ് ആനയെ കുളിപ്പിക്കുന്നത് പോലെ. കുഞ്ചര ശൗചം ആനയെ കുളിപ്പിക്കുക. എന്താണ് ആനയെ കുളിപ്പിക്കുക പറഞ്ഞാൽ, എല്ലാ ശ്രദ്ധയും അല്ലെങ്കിൽ സമയമൊക്കെ എടുത്തിട്ട് പാപ്പാൻ ആനയെ കുളിപ്പിച്ച് ഒരു ഭാഗത്ത് കെട്ടി പാപ്പാൻ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയാൽ അപ്പോൾ തന്നെ ഈ ആന വീണ്ടും മണ്ണെടുത്തിട്ട് തന്റെ പുറത്തേക്ക് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ എത്രയൊക്കെ പ്രായച്ചിത്തം ചെയ്താലും അറിയാതെ നമ്മുടെ മനസ്സ് വീണ്ടും ദ്രോഹചിന്ത ചിന്തിച്ചു പോകും. അപ്പൊ ഇതിനെന്താ മാർഗം? തീരെ പാപങ്ങൾ ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ രണ്ട് ചിന്തകൾ പറയാണ് പരീക്ഷിത്ത് രാജാവേ. ഒന്ന്, ഈ പ്രായച്ചിത്തങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിനെ കുറെയൊക്കെ അതിൽ നിന്ന് ഉയർത്താനാണ്. വാസ്തവത്തിൽ പ്രായച്ചിത്തം കൊണ്ടൊന്നും പാപം തീരില്ലയാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിൽ തന്നെ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ അവസാനം കാണാം. ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ അവസാനം കാണാം, ഈ അധ്യായം വായിച്ചാൽ ഇതിനിന്നതാണ് ഫലം. ആരാണോ നാരായണ കവചം ഡെയിലി വായിക്കുന്നത് അവർക്ക് ഭയത്തിൽ നിന്ന് മുക്തി നേടാം. ആരാണോ പാണ്ഡവന്മാരുടെ യാത്ര വായിക്കുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവും. ആരാണോ ഭഗവാന്റെ എന്താണ് അതിന് പറയാം, എന്ത് പണിയാണ്, സത്രാജിത്തിന്റെ സെവന്തകമണി ഉപാഖ്യാനം വായിക്കുന്നത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ അപമാനം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്തുതി അല്ലെങ്കിൽ ഫലസ്തുതി നിങ്ങൾക്ക് കാണാം. ഇതെന്തിനാ പറയുന്നത്? ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് അങ്ങനെയെങ്കിലും എന്നാല് അത് വായിക്കാനുള്ളൊരു താല്പര്യം വരുള്ളൂ. ആദ്യത്തിലേക്ക് ഒരു താല്പര്യം വേണം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ആദ്യം മോനെ ഈ സാധനം ഒന്ന് മേടിച്ചുകൊണ്ട് എന്താ തരികയെന്നാ ചോദിക്കുക. ആദ്യം ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച് ഒരു ചോക്ലേറ്റിനുള്ള കാശ് തരാ പറഞ്ഞാൽ റെഡി നമ്മൾ പോവാൻ. അതുപോലെ ഭാഗവതം വായിച്ചാൽ എനിക്ക് എന്താ കിട്ടുക? വീട്ടിൽ ഭർത്താവ് നന്നായി പെരുമാറും, മക്കളൊക്കെ നന്നായി പഠിക്കും, കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും, പണം ഉണ്ടാവും, പ്രതാപം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പം അങ്ങനെങ്കിലും ഇത് കേട്ടിട്ട് അവർ നന്നാവട്ടെ എന്ന് വിചാരിക്കും. നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ടില്ല, അവർ നന്നാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നാവാൻ വിചാരിക്കുന്ന കേൾക്കാൻ ആളുകൾ വരും. അപ്പൊ ഒരു ഫലം പറയുമ്പോൾ ആളുകൾക്ക് അതിലേക്കൊരു അട്രാക്ഷൻ, ഒരു ആകർഷണം വരുന്നു വരികയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് മാത്രം പോരാ, കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ മാത്രം അതിന്റെ ഫലം നിൽക്കുന്നില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ ഫലം വരുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ ഫലസ്തുതികളൊക്കെ നമുക്ക് താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വഴിപാടുകൾ വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ വഴിപാടുകളൊക്കെ വച്ചിരിക്കുന്നത് ഭഗവാൻ അതൊക്കെ ചെയ്തു തരുമെന്ന് പറയാനല്ല. ഒക്കെ നമ്മുടെ പൂർവികന്മാർക്ക് നമുക്കറിയാം, പലതും അവർ ചെയ്തു തന്നത് നമുക്ക് അതിലേക്കൊരു താല്പര്യം കൊണ്ടുവരാനാണ്. അപ്പൊ ശത്രു സംഹാരം മുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയൊക്കെ ഭഗവാൻ ശരിയാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ ലോകം ഉണ്ടാവില്ല. കാരണം ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ശത്രു പറഞ്ഞാൽ
അടുത്തടുത്തുള്ള ആൾക്കാരൊക്കെയാവും. ഇവരൊക്കെ ഭഗവാൻ ഒതുക്കി തരിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ എല്ലാവർക്കും ഇപ്പൊ പല പല തകിടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പല പല പൂജകളുണ്ട്. നിങ്ങൾക്ക് സർവൈശ്വര്യ പൂജ, നമ്മൾ സർവൈശ്വര്യ പൂജ ഈ ലോകത്തിൽ എല്ലാവരും അങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഐശ്വര്യം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ തമ്പത്തെല്ലാം തുടങ്ങും. അതാ കുഴപ്പം. അതുകൊണ്ട് അതൊക്കെ ഒരു താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ നിന്നും നമ്മൾ ആ ഈശ്വര ചൈതന്യവും നമ്മളിലിരിക്കുന്ന ചൈതന്യവും ഒന്നാണെന്ന ഉപനിഷത്ത് മന്ത്രത്തിന്റെ, തത്വമസി എന്ന മന്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ പിടിച്ചുയർത്താനാണ് ഇതൊക്കെ എന്ന് പറയാണ്. അപ്പോ ഇവിടെ ഈ ഒരു തലത്തിൽ ചോദിക്കുകയാണ്, എങ്കിൽ ശ്രീശുക ബ്രഹ്മർഷേ എല്ലാ പാപത്തിനും ഏക പ്രതിവിധി എന്താണ്? ഒട്ടും നരകത്തിൽ പോവാതിരിക്കാൻ എന്താ മാർഗം? ആറാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി പറയാണ് ശ്രീശുക ബ്രഹ്മർഷി. പറഞ്ഞു, കേജിൽ കേവലയാ ഭക്ത്യാം വാസുദേവപരായണാം അഖം തുലന്തികസ്നേന നേഹാരമിവ ഭാസ്കര. കേജിൽ കേവലയാ ഭക്ത്യാം, ആർക്കാണോ കേവലമായ ഭക്തിയുള്ളത് അവർക്ക് അഖം തുനന്തി, പാപങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏതുപോലെ ഭാസ്കര, എപ്പോ ഭാസ്കരൻ സൂര്യൻ ഉദിച്ചുയർന്നോ ആ സമയത്ത് നീഹാരം, അതായത് മൂടൽ മഞ്ഞ് ഉരുകിപ്പോകുന്നത് പോലെ സർവപാപൈ പ്രമുച്യത, അവരെല്ലാ പാപത്തിൽ നിന്നും മുക്തരായിത്തീരും. എന്താ പറഞ്ഞത്? ആരുടെ മനസ്സിലാണോ കേവലമായ ഭക്തിയുള്ളത് അവരുടെ പാപം തീരുന്നു. അപ്പൊ നമുക്കൊക്കെ ഭക്തി ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ട്, ആ ഭക്തി കേവലമായ ഭക്തിയാണോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താ ഈ കേവലമായ ഭക്തി എന്ന് പറഞ്ഞാൽ? അത് വളരെ വളരെ പ്രധാനമാണ്. കേവലം എന്ന ഭക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണവും ദൃഢവുമായ ഭക്തി എന്നർത്ഥം, ചഞ്ചലതയില്ലാത്ത ഭക്തി എന്നർത്ഥം. നമ്മുടെയൊക്കെ ഭക്തി പലപ്പോഴും ചഞ്ചലതമായി പോവും, മറന്നുപോകും നമ്മൾ. ചഞ്ചലമായ ഭക്തി എന്ന് പറഞ്ഞാൽ കാര്യസാധ്യ ഭക്തി ആവരുത് പ്രിയാണ്. എന്താ മനസ്സിലായില്ലേ? ചഞ്ചലമായ ഭക്തി പറഞ്ഞാൽ നാം ഏതൊരു ഭഗവാനിൽ വിശ്വസിക്കുന്നു പിന്നെ ഒരിക്കലും മനസ്സിനെ ഇളകാൻ സമ്മതിക്കരുത് പ്രിയാണ്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും. ആരെങ്കിലും നമ്മളോട് പറയാണ്, നോക്കൂ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കാൻ ഇത്തിരി മോശമാണല്ലേ എന്ന്. നല്ലോണം മോശമാണ്, ടി വി ഒക്കെ കാണുന്ന അസുഖമുണ്ടല്ലേ, നല്ലോണം ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഇത് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഒരു ദേവി ഉപാസനയൊക്കെ ചെയ്യൂ നിങ്ങൾ, എന്നാൽ വേഗം ആ ദോഷങ്ങളൊക്കെ തീരും. നിങ്ങളുടെ വീട്ടിലെന്തോ ദോഷങ്ങളുണ്ടാണ്. അല്ല അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ദിവസവും നിങ്ങൾ എന്താ വീട്ടിൽ വല്ലതും ചൊല്ലാറുണ്ടോ? ഞങ്ങൾ വിഷ്ണു സഹസ്രം, എന്നാൽ അത് മാറ്റി വെച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുമോ? നേരെയാവാൻ വേണ്ടിയിട്ടില്ല, കുട്ടികൾ നേരെയാവാൻ വേണ്ടി ചൊല്ലുക. പിന്നെ ലളിതാ സഹസ്രനാമം. അതിൻ്റെ ഇടയ്ക്ക് ഭാഗവത സപ്താഹം തുടങ്ങും അടുത്ത വീട്ടിൽ, അടുത്തെവിടെങ്കിലും. അപ്പൊ അവിടെ ചെന്നാൽ വിഷ്ണു സഹസ്രം. അപ്പൊ കൺഫ്യൂഷനായി. ഇതിപ്പോ കുട്ടികൾ നേരെയാവുകയാണോ വേണ്ടത്, ഞാൻ നേരെയാവുകയാണോ വേണ്ടത് എന്ന് ആകെ കൺഫ്യൂഷൻ. കുറെ കഴിഞ്ഞാൽ ലളിതയും ഇല്ല, വിഷ്ണുവും ഇല്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നോക്കി നടക്കുന്ന എത്ര ആളുകളുണ്ട്. ഒരു ദൃഢതയില്ല അവരെയാണ്. അപ്പൊ നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ തോന്നുന്നത് അത് വേറെയാണ്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് വേറെയാണ്. ഇനി ഇതൊക്കെ വിട്ടിട്ട് ആളുകൾ പുതിയ സഹസ്രനാമം ഉണ്ടാക്കും. അത് ആരുടെ എന്താ കിട്ടിയാൽ അയാളുടെ അടുത്ത് ചൊല്ലാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഒരു ദൃഢതയില്ല അവരെയാണ്. ഭക്തിക്ക് വേണ്ടത് ദൃഢതയാണ്, ഭക്തിക്ക് വേണ്ടത് ചഞ്ചലതയില്ലായ്മയാണ്. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ ഇതിനെ അവ്യഭിചാരി ഭക്തി എന്ന് വിളിക്കും. ഭഗവാൻ വളരെ ഒരു വല്ലാത്ത വാക്കാണ് ഈ അവ്യഭിചാരിത്വം എന്നാണ്. വ്യഭിചാരിത്വം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറൊരു പുരുഷനെ പ്രാപിക്കുന്നതിനെ വ്യഭിചാരിണി വിളിക്കും നമ്മൾ. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവനൊരു വ്യഭിചാരിയാണെന്ന്. അങ്ങനെയാണല്ലോ വാക്കുപയോഗിക്കുക. അപ്പൊ തൻ്റെ ആളിരിക്കുമ്പോൾ മറ്റൊന്നിനെ പിടിക്കുന്നതിനെയാണ് വ്യഭിചാരിത്വമെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഒന്നിനെ ഉറപ്പിച്ചിട്ട് അതിൽ ദൃഢത വയ്ക്കാതെ മറ്റൊന്നിൽ പോയി പിടിക്കുന്നതിനെയാണ് ഭക്തിയിൽ വ്യഭിചാരിത്വം എന്ന് പറയാം. അപ്പൊ രൂപങ്ങളെ ഉപാസിക്കുന്നതും വാസ്തവത്തിൽ ആ തത്വത്തെ മാറി ഉപാസിക്കുന്നതൊക്കെ വ്യഭിചാരിത്വമാണ്. ഒരിക്കൽ നമുക്ക് കാര്യം ക്ലിയർ ആയാൽ ഈശ്വരൻ എൻ്റെ കൂടെയുള്ളതാണ്, ഭഗവത് ചൈതന്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, പിന്നെ ഒരിക്കലും മനസ്സിൽ മറവി വരരുത്. ഈശ്വരൻ പുറത്താണെന്ന് തോന്നുകയും ചെയ്യരുത്. അമ്പലത്തിൽ പോകുമ്പോഴും
ദൃഢമായിട്ട് നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കണം. ഏതൊരു വിഗ്രഹത്തിന്റെ മുമ്പിലാണോ ഞാൻ കൈകൂപ്പുന്നത്, ആ വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന ഈശ്വര ചൈതന്യം സദാ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ സർവൈരഹമേവ വേദ്യ വേദാന്തകൃദ്വേദവിദേവ ചാഹം സർവസ്യ അഹം ഹൃദി സന്നിവിഷ്ട. എന്റെ കൂടെയുണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവ്യഭിചാരിത്വമായി തീരും. അതല്ല നമ്മൾ മറന്നുപോവാണ് ആ സമയം, ഈശ്വരൻ എന്റെ കൂടെയൊന്നുമില്ല, ഈശ്വരൻ അവിടെയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ വ്യഭിചാരിത്വമായി. ഇനി വിഗ്രഹങ്ങളെ പൂജിക്കുകയാണെങ്കിൽ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളൊരു വിഗ്രഹത്തെ മനസ്സിൽ വെച്ച് പലരിലേക്കും മനസ്സ് പോകുന്നു എങ്കിൽ അതിലും വ്യഭിചാരിത്വമായി എന്ന് പറയും. നിങ്ങൾ രാമായണം എടുത്തു നോക്കൂ. അവിടെ ഏതൊരാളും ഭഗവാനെ ഉപാസിക്കുമ്പോൾ രാമനെയല്ലാതെ വേറൊരാളെ പിടിക്കില്ല. ഹനുമാൻ സ്വാമി പറഞ്ഞു എനിക്ക് രാമൻ മതി എന്നാണ്. ഹനുമാൻ സ്വാമി അവസാനം ആവശ്യപ്പെടുന്ന വരം പോലും അതാണ്, അല്ലേ? വീണ്ടും നിങ്ങൾ ശബരിയെ നോക്കൂ, രാമൻ മതി. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കൂ, അഹല്യയെ നോക്കൂ, രാമൻ മതി. ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും വിഷ്ണു മതി, വേറെ ആരും വേണ്ട. ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ നമുക്ക് കൺഫ്യൂഷനാണ്, രാമനാണോ കൃഷ്ണനാണോ വേണ്ടത് എന്നുള്ളത്. ആകെ കൺഫ്യൂഷനായി. അതാണോ വേണ്ട, ഇതാണോ വേണ്ട. ചില വീടുകളിലൊക്കെ ഉള്ള ഫോട്ടോ എല്ലാം വയ്ക്കും പൂജാമുറിയിൽ. എന്നിട്ട് അവർ കർപ്പൂരം കാണിക്കുമ്പോഴും വിളക്ക് കാണിപ്പിക്കുമ്പോഴും ആർക്കെങ്കിലും ഒന്ന് വിട്ടാൽ അയ്യോ രാമന് കാണിച്ചില്ലേ, വല്ല കുഴപ്പം വരും ഇനിയെന്നാണ്. അവിടെ കുഴപ്പം വന്നേ പറ്റുള്ളൂ. കാരണം ആ തോട്ട് തന്നെ അതാണ്, രാമൻ കാണിക്കാത്തതിൽ കുഴപ്പം വരുമെന്ന്. പിന്നെ ഇങ്ങനെ കുഴപ്പം വരാണ്ടിരിക്കുക. അപ്പൊ അവർക്ക് തന്നെ തോന്നുന്നു രാമനും ഇവരൊക്കെ വേറെയാണെന്നുള്ളതാണ്. തമാശയല്ല, ചിന്തിക്കൂ നിങ്ങൾ. നമ്മൾ ഇതിലൊക്കെ ഒരു വളർന്നിട്ടില്ലെങ്കിൽ എന്നാ വളരുക നമുക്ക് തോന്നുന്നു ഇവരൊക്കെ വേറെയാണ്. ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധി ദ്വിജാഹ യഥാവിദാസിന കുല്യ സരസ്സസ്യു സഹസ്രശ. ഒരേ കടൽ വെള്ളമാണ് അനേകം പുഴകളിലൂടെ പോകുന്നതെങ്കിൽ ഒരേ തത്വം തന്നെയാണ് ഹേ ശൗനകാദ ഋഷീശ്വരന്മാരെ പല രൂപങ്ങളായിട്ട് പ്രകടമാവുന്നത്. അവിടെ അയ്യപ്പനായാലും ശരി, ശ്രീരാമനായാലും ശരി, ശ്രീകൃഷ്ണനായാലും ശരി, മഹാവിഷ്ണുവായാലും ശരി, ഹയഗ്രീവനായാലും ശരി, ദക്ഷിണാമൂർത്തിയായാലും ശരി, ഒരേ ചൈതന്യത്തിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ്. ഏതുപോലെ ഒരേ ഊർജമാണ്, ഒരേ ഞാനെന്ന ശക്തിയാണ് വ്യത്യസ്ത രൂപങ്ങളുള്ള 5 വിരലുകളിലൂടെ പ്രവർത്തിക്കുന്നത്. 5 വിരലുകളും 5 ആകൃതിയിലാണ്. 5 വിരലിനും 5 പ്രത്യേകതകളുണ്ട്. അതിന്റെ പ്രയോഗത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ 5 വിരലിലും പ്രവർത്തിക്കുന്നത് ഒരേ ഞാനാണെന്ന് മറന്നുപോവാത്ത നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ വിവിധ രൂപങ്ങളിലൂടെ ഒരേ ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നല്ലവണ്ണം ഉറപ്പിക്കണമെന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് പ്രേമത്തോടുകൂടി ദൃഢമായി എപ്പോഴും മനസ്സിൽ ഭഗവാനെ കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അഖം തുനന്തി കാസ്നീന, അവരുടെ അഖം തീർക്കാൻ സാധിക്കുന്നു. എന്നിട്ട് പറഞ്ഞു സകന്മന കൃഷ്ണപദാരവിന്ദയോ നിവേശിതം തൽഗുണരാഹീരിഹ നതേയമം ഭാഷപദസ്തൽപടൻ സ്വപ്നേപി പശ്യന്തി ചിന്ന നിഷ്കൃത. ആരുടെ മനസ്സിലാണോ ആ ദൃഢമായ ഭക്തിയുള്ളത് അവർ സ്വപ്നത്തിൽ പോലും യമരാജാവിനെ കാണില്ല എന്നാ പറഞ്ഞത്. അത് വളരെ വളരെ ഗംഭീരമാണ്. യമരാജാവിനെ നല്ല പ്രേതഭൂതങ്ങളെയൊന്നും കാണില്ല. പിന്നെ അവർക്ക് പ്രേതത്തെ പോലും പേടിയുണ്ടാവില്ല. നമുക്കിപ്പോ ഒരുപക്ഷെ പലർക്കും ഭഗവാനേക്കാളും പേടി പ്രേതത്തിനുണ്ടാവും. അതില്ല പറയാൻ പറ്റില്ല. നിങ്ങളൊരു വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടൊന്ന് ജ്യോത്സ്യരെടുത്ത് പോയിട്ട് പറയാണ് എന്തോ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് ജ്യോത്സ്യരെന്ന്. അതേ നോക്കിയിട്ട് പറയാണ് നിങ്ങളുടെ മുത്തശ്ശനെ കണ്ടില്ലേ, പിന്നുണ്ടോ മുത്തശ്ശന്റെ മുത്തശ്ശൻ, അയാൾ എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കറിയുമെന്ന് കേട്ടിട്ടില്ല. എന്നാ അദ്ദേഹത്തിന്റെ പ്രേതം അലഞ്ഞു തിരികെയുണ്ട് നിങ്ങളുടെ വീട്ടിലെന്ന്. കേമായില്ലേ, പിന്നെ സമാധാനമല്ലേ വീട്ടില്. പിന്നെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഗുരുവായൂരപ്പ ആ മനുഷ്യൻ എന്തിനാ അങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാൻ. എപ്പോഴും ആ പ്രേതചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. നോക്കാണ്. അതുകൊണ്ട് പ്രേത വേർപാടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ വേർപാട് ചെയ്യുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഈ പ്രേതം എന്ന്. പ്രേതം ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതം ഉണ്ട്, തീർച്ചയായിട്ടും. പ്രേതം ഇല്ലാതിരിക്കില്ലല്ലോ, അതില്ല പറയാൻ പറ്റില്ല.
ഒരാൾ ചോദിച്ചു പ്രേതമുണ്ടോ എന്ന്. ഒരാളെ ബന്ധുകാരിയുടെ കഥ പറയുമ്പോൾ ഒരമ്മ വായിച്ചുകൊണ്ടിരുന്ന തിരുമേനിയോട് ചോദിച്ചു, അല്ല തിരുമേനി, പ്രേതം ശരിക്കുണ്ടോ എന്ന്. ഉടനെ തിരുമേനി പറഞ്ഞു, ഇല്ലാതെങ്ങനെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത്ര ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുന്നത്? നിങ്ങളെ മുന്നിലിരിക്കുന്നതിന്റെ വലിയൊരു തെളിവാണ് തന്ന്. ഇനി എത്ര സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കണ്ണാടി പോയി നോക്കുമെന്ന് പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രേതമില്ല പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വ്യക്തിയാണോ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, പ്രേതം ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത്. ഏതായാലും ഈ കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള ദൗർബല്യ ചിന്തകളിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കാൻ സമ്മതിക്കരുത്. നമ്മൾ പ്രേതം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പേടിയുണ്ടാവരുത്. ഒരിക്കലൊരു വലിയൊരു എഴുത്തുകാരൻ അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. ആരും താമസമില്ലാത്ത വീട്, എവിടെയോ പെട്ടുപോയപ്പോൾ കയറി ചെന്നാണ്. വാതിൽക്കൽ മുട്ടിയപ്പോൾ വാതിൽ താനെ തുറന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരാ വാതിൽ തുറന്നത് എന്ന്. പറഞ്ഞു, ഞാൻ പ്രേതാണെന്ന്. എന്നാ ബാത്റൂം എവിടെയാന്ന് കാണിച്ചതാന്ന് പറഞ്ഞു. കാരണം നീ കുറെ കാലം ഉണ്ടാവില്ല ഇതിന്റെ ഉള്ളിൽ താമസാക്കിയിട്ട്, നിനക്കറിയാം എവിടെയാ ബാത്റൂം എന്ന്. ആ പ്രേതം ചോദിച്ചു, നിങ്ങൾ എന്നെക്കാളും വലിയ പ്രേതാണോ എന്ന്. മനസ്സിലായില്ലേ? നേരെ കുറച്ച് എന്നോട് നിങ്ങളോടാണ് പറഞ്ഞതെങ്കിലോ. ഒരു ഇല്ലത്തൊരു തിരുമേനി, അദ്ദേഹം ഒരു ഉപനയനത്തിന് പോയി സ്ഥലത്ത് കുറേ ദൂരെ. അതിന് ഉപനയനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക ബസ് എവിടെയോ കേട് വന്നിട്ട് പോരാൻ പറ്റിയില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു, തിരുമേനി ഇതിലൊരു 5 കിലോമീറ്റർ നടന്നാൽ എളുപ്പ വഴിക്കൊരു സ്ഥലമുണ്ട്, നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരാൻ. അദ്ദേഹം നടക്കാൻ തുടങ്ങി. പോകുന്ന വഴി ഒരു ശ്മശാനത്തിന്റെ അരികിലൂടെ പോകേണ്ടത്. അപ്പോഴേക്കൊരു 5:45, 6 മണി എത്താറായി. 6 മണിക്കായി ഈ വർഗ്ഗം ഇറങ്ങുന്നാണല്ലോ പറഞ്ഞു വെക്കുക. ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട്, ഇങ്ങനെ വല്ല പ്രേതം ഉണ്ടാവുമെന്ന്. ആ സമയത്താണ് വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ഇട്ടിട്ടൊരു വിഗ്രഹം കടന്നു വരുന്നത്. ഏതായാലും ഇയാളോട് ചോദിക്കാന്ന് വിചാരിച്ചു. അയാൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇതൊരു ശ്മശാനമാണല്ലോ ചോദിച്ചു. അതെ, ഇത് ശ്മശാന പറമ്പ് തന്നെയാണ്. ഇവിടെ വല്ല പ്രേതങ്ങളൊക്കെ ഉണ്ടാവും, രാത്രി ആ സമയത്തൊക്കെ നടന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, തിരുമേനി എനിക്കറിയില്ല, ഞാൻ മരിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ എന്ന്. സോറി, ഞാൻ കിടക്കണു ആള്. ഇയാളാണിച്ചാൽ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് വരുമ്പോ ഇയാൾ അവിടെ തന്നെ കിടക്കണം. പിടിച്ചു കൊടുത്തു. തമാശ പറഞ്ഞതാണ്, ഇയാൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല. നോക്കിയപ്പോ അയ്യോ പ്രേതം പിടിച്ചു, അതാ കിടക്കണം രണ്ടാമത്. പിന്നെ നാട്ടുകാർ വേണ്ടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇയാളെ. അപ്പൊ നമ്മുടെ മനസ്സിൽ പ്രേതത്തിന് വലിയ സ്ഥാനമുണ്ടെങ്കിൽ കിടക്കന്നെ, വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു, ആരുടെ മനസ്സിലാണോ ഭക്തി ഉറയ്ക്കുന്നത്, നിങ്ങൾ മാഹാത്മ്യം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ, ഭാഗവത മാഹാത്മ്യം വായിക്കുമ്പോൾ അവിടെ ശ്ലോകം കാണാം, ന പ്രേതോ ന പിശാചോ രാക്ഷസോ അസുരോപിവ ഭക്തിയുക്ത മനസ്കാനാം ന സ്പർശനേ പ്രഭുൽഭവേത്. ആരുടെ മനസ്സിലാണോ ഭക്തി നല്ലവണ്ണം ദൃഢമായിത്തീരുന്നത്, അവരെ പ്രേതത്തിനോ പിശാചിനോ രാക്ഷസനോ അസുരനോ തൊടാൻ പോലും ധൈര്യം ഉണ്ടാവില്ല എന്നാണ്. സ്പർശിക്കാൻ പോലും, പിന്നിലെ പിടിക്കല്, തൊടാൻ പോലും ധൈര്യമുണ്ടാവില്ല എന്നൊരു ശ്ലോകമുണ്ട് അവിടെ. ആ ഭക്തി ദൃഢമാവണം. ഇത് പറഞ്ഞപ്പോ പരീക്ഷിത്ത് രാജാവിന് ഇതൊന്നുകൂടി ദൃഢമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മനോഹരമായൊരു കഥ പറയുകയാണ്. അതാണ് അജാമിളോപാഖ്യാനം എന്ന് പറയുന്ന കഥ. പണ്ട് കാന്യാകുബ്ജം എന്നൊരു ഗ്രാമം. ആ കാന്യാകുബ്ജത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ജനിച്ച കുട്ടിയാണ് അജാമിളൻ. വളരെ ധാർമ്മികനും സത്യസന്ധനും അതുപോലെ തന്നെ വേദങ്ങൾ പഠിക്കാൻ തൽപരനും പൂജാതി കർമ്മങ്ങളൊക്കെ ചിട്ടയോടുകൂടി പഠിച്ചവനും അങ്ങനെയൊക്കെ വളർന്ന് അവസാനം 10-25 വയസ്സായപ്പോൾ വേലിയും കഴിച്ച് അതിലൊക്കെ കുട്ടികളുണ്ടായി. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ചമതയോ മറ്റോ കൊണ്ടുവരാനായിട്ട് അച്ഛൻ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണ് ഒരുത്തനെ എങ്ങനെ പ്രാപിക്കുന്നത് ഇയാൾ കണ്ടു. അപ്പൊ ഇയാളുടെ ഉള്ളിലെ കാമങ്ങളൊക്കെ ഉണർന്നു വന്നു. അവളോട് ചോദിച്ചു, ഞാനും നിന്റെ കൂടെ ഒന്ന് ചേർന്നോട്ടെ എന്ന്. അപ്പൊ അവള് പറഞ്ഞു, തൽക്കാലത്തേക്ക് വേണ്ട, പെർമനന്റ് ആയിട്ട് വേണമെങ്കിൽ കൂടാം, എന്ന് വെച്ചാൽ സ്ഥിരമാവാന്ന് പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായിട്ട് അവളുടെ കൂടെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തി. സ്വന്തം ഭാര്യയെ മക്കളെയൊക്കെ മറന്ന് അവളുടെ കൂടെ. അപ്പൊ കാട്ടിലെന്ത് പൂജയും കാര്യങ്ങളൊക്കെയാണ്. അവളാണെച്ചാൽ അവളുടെ വ്യഭിചാര തൊഴിൽ നിർത്തുകയും ചെയ്തു. ജീവിക്കണ്ടേ? ഇദ്ദേഹത്തെ കൊണ്ട് എല്ലാ ക്രൂര പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി. കക്കല്, കൊള്ളയടിക്കല്, കൊലപാതകം, ചതി, വഞ്ചന, മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്ത് ആ രീതിയിലായി ഇദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയുള്ളൂ. ഇദ്ദേഹം ചെയ്ത ആകെ ഒരു സൽക്കർമ്മം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ടാവുന്ന കുട്ടികൾക്കൊക്കെ
നല്ല നല്ല ഈശ്വരീയമായ പേരിട്ടു. അതൊരു വലിയ പുണ്യം തന്നെയാണ്. കേശവനെന്നും ഗോപാലനെന്നും രാമചന്ദ്രനെന്നും വാസുദേവനെന്നും ഇങ്ങനെയൊക്കെയുള്ള പേരിടാൻ തുടങ്ങി. അതിനും ഒരു പുണ്യം വേണേ. ഇന്നിപ്പം നമുക്ക് നേരെ വിപരീതമാണ് ആളുകൾ. എല്ലാ സൗകര്യങ്ങളുണ്ട് വീട്ടില്. നമ്മളൊന്നും അത്ര ഇയാളെ പോലെ വൃത്തികേട് ചെയ്ത് ജീവിക്കുന്നവരല്ല, കുറേയൊക്കെ ധാർമ്മികരായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ഒരു തെറ്റേ ചെയ്യുന്നുള്ളൂ. അതെന്താണ്? കുട്ടികൾക്കൊന്നും മര്യാദയ്ക്ക് നല്ല പേരിടില്ലാണ്. എന്തെങ്കിലും കുരുത്തം കെട്ട പേരുകളൊക്കെ ഇടുന്നു പറയാണ്. ഒരു വീട്ടില്, ഇവിടെ കോഴിക്കോട് ഒരു വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിയുടെ പേര് പറയാണ്. അച്ഛന്റെ പേര് മാധവൻ എന്നാണ്, അമ്മയുടെ പേര് തുളസി എന്നാണ്, കുട്ടിക്ക് പേരിരിക്കുന്നത് മിത്തുണ്ണി എന്ന്. മിത്തു എന്ന് പേരിട്ട് മിത്തു മിത്തു വിളിക്കും. നമ്മൾ പറഞ്ഞു ഭാഗ്യം ചത്തുവിന് പേരിടാഞ്ഞതെന്ന്. കണക്കിന് പോയവർ ചത്തുവിന് പേരിടും. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേരിടുക. ആ മിത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു അർത്ഥമുള്ളത്? മിത്ത് ഇംഗ്ലീഷാണോ? അതൊരു അർത്ഥമില്ലാത്ത പേരുകൾ. ഇതിന്റെ അടുത്തായിരുന്നു വളരെ അപകടം. കുട്ടു, മുട്ടു, ചുട്ടു, പൊട്ടു, തുട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേരുകളൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പേരിന്റെ ആദ്യാക്ഷരം കൊപ്പിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പം മാറി മാറി ഇപ്പം വരുന്നുണ്ട്. ഇപ്പൊ കല്യാണിന്നും ഗോപാലെന്നും എനിക്കുള്ള നല്ല നല്ല പേര് വരുന്നുണ്ട്. ഇവിടെ പാലക്കാട് ഒരു ഫാമിലി ഉണ്ട്. ആ കുട്ടിയെ കല്യാണം കഴിച്ച് ജാപ്പാൻകാരൻ, ലവ് മാരേജ് ആണ്. കല്യാണം കഴിഞ്ഞ് അവർക്ക് ട്വിൻസ് ഉണ്ടായി. അപ്പോഴാ പ്രശ്നം വന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി. ജാപ്പാൻകാരൻ പറഞ്ഞു ഞങ്ങളുടെ പേരിടണമെന്ന്, ഇവള് പറഞ്ഞു ഞങ്ങളുടെ പേരിടണമെന്ന്. അവസാനം ഒരു കോംപ്രമൈസിലെത്തി. പകുതി പേരാക്കാണ്. അപ്പൊ പെൺകുട്ടിയാണ് ഒരാള്, അവൾക്ക് പേരിട്ടു കല്യാണിന്ന്. അപ്പൊ അവൻ പേരിട്ടു കവസാക്കിന്ന്. എന്നിട്ട് കസ എന്ന് വിളിക്കുക അവളെ. അവനെ കല്യാണി കവസാക്കി, അവളുടെ പേരാണത്. മറ്റവൻ ആൺകുട്ടിയാണ്, അവനെ സുബ്രഹ്മണ്യൻ എന്ന് പേരിട്ടു. ഇവള് കാരണം തന്റെ സംസ്കാരത്തിനനുസരിച്ച് അവൻ പേരിട്ടു സുസുക്കിന്ന്. എന്നിട്ട് സുസു എന്ന് വിളിക്കും. കുട്ടിയുടെ പേരാത്. ഇങ്ങനെ നോക്കൂ. അപ്പൊ ആ പേരിന്റെ ഒരു അർത്ഥം നമുക്കറിയാതെ നമ്മൾ പേര് വിളിക്കുമ്പോൾ അതിലൊരു ഭക്തി വരില്ല പറയണം. എന്നാൽ പണ്ടുള്ളവർ ഉണ്ണീന്നും അതുപോലെ കുട്ടികൾ ആദ്യത്തിൽ 6 അവിടെ ഉണ്ട് വീട്ടില്, പോരാത്തതിന് ഇതിൽ 10. അങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ പേരിട്ട് അവസാനത്തെ കുട്ടിക്ക് നാരായണൻ എന്നുള്ള പേരിട്ടു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഇദ്ദേഹത്തിന് 90 വയസ്സായി. ശരീരമൊക്കെ ശോഷിച്ച് തളർന്ന് അവശാവാൻ തുടങ്ങി. ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ കുറെ ദുസ്വപ്നങ്ങൾ കാണുകയാണ്. കുറെ യമകിങ്കരന്മാര് 4 പേര് വന്ന് തന്നെ വരിഞ്ഞു മുറുക്കി കൊണ്ടുപോകുന്ന ഒരു രംഗം ഇദ്ദേഹം മനസ്സിൽ കണ്ടപ്പോ അത്യന്തം ഭയം വന്ന് വിറയ്ക്കാൻ തുടങ്ങി. തൊണ്ടയൊക്കെ വിറളാൻ തുടങ്ങി. ആ ഭയത്തിന്റെ ശക്തിയിൽ ഇദ്ദേഹം അറിയാതെ അവസാനത്തെ പുത്രനോടുള്ള അമിതമായ സ്നേഹവാത്സല്യത്തിന്റെ ആ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച വണ്ണം ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഉച്ചൈ ആഹ. എന്താ അലറിയത്? നാരായണ ഇതി ഉച്ചൈ. ഉച്ചത്തിൽ അങ്ങനെ നാരായണ. പുത്രാന്ന് വിളിച്ചില്ല, നാരായണ എന്നങ്ങോട്ട് വിളിച്ചു. അത് വിളിച്ചതും വിളി കേട്ടത് സാക്ഷാൽ ഭഗവാൻ തന്നെ. ഭഗവാൻ ഉടനെ തന്നെ പാർഷദന്മാരെ പറഞ്ഞയച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ്. അപ്പം ഭഗവാനെ വിളിക്കാൻ മൊബൈൽ ഫോണൊന്നും വേണ്ട. മൊബൈൽ ഫോണിനേക്കാൾ ഫാസ്റ്റാണ് ഭഗവാന്റെ കാര്യം. യമരാജാവും ഭഗവാന്റെയും കാര്യം നോക്കുമ്പോൾ രസമാണ്. യമരാജാവിന്റെ വാഹനം പോത്ത, ഭഗവാന്റെ വാഹനം ഗരുഡനാ. പോത്തിനെ ആർക്കും കണ്ടുകൂടാ, എന്നാൽ ഗരുഡനെ കാണുന്നത് ഒരു ഐശ്വര്യമാണ്. പോത്തിന് മറ്റൊരു പ്രത്യേകത, അത് വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. എന്നാൽ ഗരുഡൻ അതിഫാസ്റ്റായിട്ട് യാത്ര ചെയ്യുന്നതാണ്. നോക്കൂ, ഇതുപോലെയല്ലേ മരണത്തിന്റെ കാര്യവും. മരണം വളരെ പതുക്കെ വരുള്ളൂ നമ്മുടെ കൂടെ, എന്നാൽ ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. ഈശ്വരാനുഗ്രഹം വളരെ ഫാസ്റ്റായിട്ട് വരുന്നവരെയാണ്. ഇന്ന് മാത്രമല്ല, മരണം വന്നാൽ പോവില്ല, അതാ വലിയ ബുദ്ധിമുട്ട്. പോത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് എളുപ്പമൊന്നും വിട്ടുപോയില്ല, അതിങ്ങനെ വായും പൊളിച്ച് നിൽക്കും. ഇതുപോലെ ഈ യമരാജാവ് വന്ന് പിടിച്ചപ്പോ പോയില്ല. അപ്പോഴേക്കും ഇവിടെ ഭഗവാനെ ഇങ്ങോട്ട് വിളിച്ചതും പാർഷദന്മാരെത്തിച്ചേർന്നു. അവർ തടഞ്ഞു, കെട്ടരുതെന്ന് പറഞ്ഞു. ഇത് നല്ല തോന്നിവാസം. ഇവന്റെ ജീവിതത്തിലുള്ള തോന്നിവാസമൊക്കെ ചെയ്ത് ജീവിച്ച് ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവരുതെന്നോ? അല്ല കാര്യം. ഇതെന്താ നിങ്ങൾ ധർമ്മത്തെ തെറ്റിക്കണോന്ന് ഉടനെ ചോദിച്ചു. നിങ്ങൾ ധർമ്മം മനസ്സിലാക്കിയിട്ടാണോ വരുന്നത്? പിന്നെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ധർമ്മജീവിതം, ധാർമ്മിക ജീവിതം, അധാർമിക ജീവിതം എന്ന്. ഇതൊക്കെ തെറ്റിച്ചവനാണല്ലോ ഇയാള്, അതുകൊണ്ട് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോവാണ് ഞങ്ങൾ. ഉടനെ ചോദിച്ചു, നിങ്ങൾക്കറിയാത്തൊരു ധർമ്മമുണ്ട്. അതെന്താ ധർമ്മം? എന്നാൽ അങ്ങനെ ഒരു ധർമ്മമുണ്ട്, അതാണ് ഭാഗവത ധർമ്മം എന്ന്. അത് ഞങ്ങൾ കേട്ടിട്ടില്ല. അതെന്താ ആ ധർമ്മം എന്ന്? എത്ര തെറ്റ് ചെയ്തവനാവട്ടെ, എത്ര തോന്നിവാസം ചെയ്യുന്നവനാവട്ടെ, എത്ര കുരുത്തക്കേട് ചെയ്യുന്നവനാവട്ടെ,
അവൻ പ്രേമത്തോടുകൂടി ദൃഢമായ മനസ്സോടുകൂടിയിട്ട് ഭഗവാനെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ, വിളിച്ചു കഴിഞ്ഞാൽ അവൻ സർവപാപൈ പ്രമുച്യത്തെ. ഇത് കേട്ടപ്പോ യമദൂതന്മാർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുണ്ടോ എന്ന്. ആരാ വേദം പറഞ്ഞത്? പറഞ്ഞു നാരായണൻ തന്നെയാണ് പറഞ്ഞത്. ആ നാരായണന്റെയാണ് ഭാഗവത ധർമ്മം. അത് നിങ്ങളുടെ യമരാജാവിനൊരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് പറഞ്ഞുതരാൻ വരുന്നത്. അതുകൊണ്ട് ഇയാളെ കെട്ടാൻ നിങ്ങൾ അർഹരല്ല, കഴിച്ചു വിടുമെന്ന്. ഇവരത് കേട്ടപ്പോൾ കഴിച്ചു വിടുകയും ചെയ്തു. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാ അറിയുന്നതെന്ന്. വിഷ്ണുദൂതന്മാർ നമുക്ക് വേണ്ടി ചോദിച്ചാ എങ്ങനെയാ അറിയുന്നത്? അപ്പൊ അവര് പറയാണ്, ഞങ്ങൾക്ക് അതിന് കുറെ സാക്ഷികളുണ്ട് എന്നാണ്. ഓഹോ, എടപ്പള്ളിയിൽ നടക്കുന്നുണ്ടോ അവര്? എല്ലായിടത്തും ഉണ്ട് അവര് എന്നാണ്. ഏതു വിധത്തിലാണ് അവർ നടക്കുന്നത്? ഒന്ന് സൂര്യനാണെന്ന് പറയണം. സൂര്യൻ നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടൊക്കെ കാണുന്നുണ്ട് അത്രേ. അതിന് സ്വാമി രാത്രി ചെയ്താൽ മതിയെന്ന്. രാത്രിയിൽ ചന്ദ്രനുണ്ടെന്നാണ് പറയുന്നത്. ചന്ദ്രനില്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ, അഗ്നിയുണ്ടെന്ന്. അതിന് സ്വാമി അഗ്നിയൊക്കെ കെടുത്തി ചെയ്താൽ വരെ തോന്നിവാസം. അപ്പം പറയാണ് ഉടനെ വായു ഉണ്ട്, അതിത്തിരി കടന്നു കഴിയാണ്. അത് കഴിഞ്ഞിട്ട് ആകാശമുണ്ട് പറയാൻ. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യാൻ വ്യവസ്ഥകൾ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല പറയാണ്. ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ പറയാണ്, അതൊക്കെ ശരി, ആരൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കിയാലും ശരി, ഭഗവാനെ പ്രേമത്തോടുകൂടി സ്മരിച്ചു കഴിഞ്ഞാൽ അയാൾ സർവപാപത്തിൽ നിന്നും മുക്തരാണെന്ന് പറഞ്ഞ് തൽക്കാലം അവർ അജാമിളനെ വിട്ടു എന്നാണ്. അജാമിളൻ മുക്തനായപ്പോ ഇവര് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ അജാമിളൻ ചാടി എണീക്കണു, തനിക്ക് കുറ്റബോധം വന്നു. ഉടനെ തന്നെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ വലിയൊരു തെറ്റായ രീതിയിൽ ജീവിതമൊക്കെ നയിച്ചു, സ്വന്തം ഭാര്യയെ മറന്നു, അച്ഛനെ അമ്മയെ നോക്കിയില്ല, അതുകൊണ്ട് ദേവി അയച്ചിട്ട് എന്നെ പോവാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗംഗാദ്വാരത്തിലേക്ക്, അതായത് ഹരിദ്വാറിലേക്ക് ചെന്നു എന്നും 12 വർഷം കഠിനമായ തപസ് ചെയ്ത് മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഉയർത്തി ഭഗവത് സ്മരണയിൽ മാത്രം ഉറപ്പിച്ചു വെച്ച് അങ്ങനെ അവസാനം ഈ ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തി നേടിയെന്നും ഭാഗവതത്തിൽ ഇവിടെ പറയുന്നു. ഗംഗാ ഹിത്വാ കളേബരം തിത്തേ ഗംഗായം ദർശനാദനോ സദ്യസ്വരൂപം ജഗൃഹേ ഭഗവൽ പാർശ്വവർത്തിനാം. അങ്ങനെ ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം ജീവൻ മുക്തനായി തീർന്നു എന്നാണ് കഥ. ഈ കഥയിലേക്ക് കടക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഓരോരുത്തരും ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്? പറയുന്നു, മനസ്സാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. മനസ്സിനോടുകൂടിയ ജീവനെയാണ് പ്രാണൻ എന്ന് പറയാം. അതാണ് പ്രാണൻ പോയി എന്നോ ജീവൻ പോയി എന്നൊക്കെ പറയാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ശരീരബോധത്തിലാണ്, ഭോഗജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ശരീരം ഉപേക്ഷിക്കാൻ മനസ്സിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആ മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം വളരെ 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 ദൃഢമായി കഴിഞ്ഞാൽ മനസ്സിന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഏതുപോലെ ഇരിക്കും അത്? ഒരു പഴം, ഒരു ഫലം, അത് നല്ല മൂത്തിരിക്കുന്ന സമയത്ത് അതിന്റെ വിത്തും അതിന്റെ മാംസവും തമ്മിൽ, മാംസളമായ ഭാഗവും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധം, ദൃഢമായ ബന്ധമായിരിക്കും. ആണല്ലോ? പഴുക്കും തോറും അതിന്റെ മാംസളമായ ഭാഗവും അതിന്റെ വിത്തും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരും. അതിപ്പോ ചക്കയിലും അണ്ടിപ്പരിപ്പായാലും അണ്ടിയേലും അതുപോലെ മാങ്ങയിലും എന്തായാലും നിങ്ങൾ നോക്കൂ, പഴം പഴുക്കും തോറും തോലും അതിന്റെ ഫലവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. മനസ്സിനെ നമ്മൾ ഈശ്വരോന്മുഖമാക്കി ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ ശരീരമായ ബന്ധം അത് ദൃഢമായിരിക്കും. ആരുടെ മനസ്സാണോ ശരീരബന്ധത്തിൽ ദൃഢമായി ശരീരം ഉപേക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ജീവനെയാണ് പ്രേതാത്മാക്കൾ എന്ന് പറയാം. എന്നുവെച്ചാൽ ആ ശരീരം മനസ്സ് വിട്ടുപോയാലും അതിന് ആ ശരീരത്തെ വിട്ടുപോവാൻ തോന്നില്ല. അത് ആ ശരീരത്തിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ നിൽക്കത്രേ സൂക്ഷ്മ രൂപത്തിൽ. അതിന് തോന്നില്ല വിടാൻ. ആ ശരീരം വിടുന്നത് തന്നെ അത് യാതനയായിരിക്കുന്നതാണ്. കാലിൽ നിന്നിങ്ങനെ ജീവൻ പതുക്കെ പതുക്കെ കയറി 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 ഉദരത്തിലെത്തി, ഉദരത്തിൽ നിന്നും അത് നെഞ്ചിലെത്തി, നെഞ്ചിൽ നിന്നും അത് തൊണ്ടയിലെത്തുമ്പോൾ ആ ജീവൻ കിടന്ന് മരണവെപ്രാളെടുക്കും. കാരണം അതിന് ശരീരം വിടാൻ തോന്നില്ല. പക്ഷെ കാലം അതിനെ ശരീരം വിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒരു വശത്ത് കാലത്തിന്റെ പ്രേരണ, ഒരു വശത്ത് അതിന് ഇഷ്ടമില്ലായ്മ. ആ സമയത്ത് ചിലര്
മരണവെപ്രാളങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അങ്ങനെ ആ മരണവെപ്രാളത്തിൽ ഒരുപക്ഷെ ജീവൻ ഒന്നുകിൽ മലദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ മൂത്രദ്വാരത്തിലൂടെയോ ഇങ്ങനെയൊക്കെ പോവത്രേ. ഇങ്ങനെ താഴ്ന്ന ഗതിയിലൂടെ പോകുന്ന ജീവനെയാണ് പ്രേതങ്ങൾ എന്ന് വിളിക്കുക. അവർക്ക് പ്രേതമായിത്തീരെന്ന് വെച്ചാൽ അവർക്ക് ശരീരബോധം വളരെ കൂടുതലാണ് എന്ന് പറയണം. അതുകൊണ്ടാണ് ഭാരതീയര് ഒരാൾ ശരീരം വിട്ടുപോയാൽ അവിടെ വെച്ച് കരയരുത് എന്ന് പറയുന്നത്. കരയരുതെന്ന് പറയാൻ കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ അപ്പോഴും വിട്ടുപോകാൻ തോന്നില്ല അത്രേ. അത് അവിടെ തന്നെ അലഞ്ഞു തിരിയുന്നതാണ്. ഭാരതീയ സംസ്കാരം നോക്കൂ നിങ്ങൾ. എന്നിട്ട് വേഗം സംസ്കരിച്ചു കഴിഞ്ഞാൽ ആ പ്രേതത്തെ പിതൃലോകങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങുകൾ ചെയ്യും. അവിടെ വെച്ചിട്ട് ഉടനെ തന്നെ ബലികർമാദികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞയക്കുകയാണല്ലോ നമ്മൾ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് പ്രേതമായി തീർന്നു എന്നുള്ള വിശ്വാസമാണ്. പിന്നെ പ്രേതാത്മാവായിട്ടാണ് കാണുന്നത്. എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നത്, അങ്ങോട്ട് കൂടുതൽ കൂടുതൽ അടുക്കുന്നത്, അവർക്ക് മരണത്തിന് മുമ്പ് തന്നെ അറിയാൻ സാധിക്കും ഈ ശരീരം വീഴാൻ പോകുന്നു എന്നുള്ളത്. അവർക്ക് ഈ ശരീരത്തെ വിട്ടുപോകാൻ അധികം പ്രയാസം ഉണ്ടാവില്ല. ശരീരവുമായി മൽപ്പിടുത്തം ചെയ്യേണ്ടി വരില്ല. അവർക്ക് എളുപ്പം ശരീരത്തെ വിട്ടുപോകാൻ സാധിക്കും. അങ്ങനെയുള്ള ജീവൻ കണ്ണിലൂടെയോ മൂക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഉയർന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ഒരുപക്ഷെ മൂർധാവിലൂടെയൊക്കെ ശരീരം വിട്ടുപോയാൽ അത് ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി. അവരൊന്നും പ്രേതങ്ങളല്ല എന്ന് പറയാണ്. അവരെ പ്രേതമായിട്ട് പിന്നെ നമ്മൾ ഗണിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ നന്മയുടെ ലോകങ്ങളിലേക്ക് പോയി എന്നാണ്. ഇതാണ് ഊർധ്വം ഗച്ഛന്തി എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മുടെ ശരീരവും മനസ്സുമായിട്ടുള്ള ബന്ധം നമ്മൾ പ്രായം കൂടുന്തോറും കുറച്ച് ഈശ്വര സ്മരണയിൽ കൂടുതൽ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല മനസ്സിന്. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ ഡ്രസ്സ് ഇടിപ്പിച്ചു, പ്രത്യേകിച്ച് ബനിയൻ ഇടിപ്പിച്ചു വിചാരിക്കുക. ആ കുട്ടിക്ക് സ്വയം ബനിയൻ ഊരാൻ പറ്റില്ല. നമ്മൾ തന്നെ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബനിയൻ പിടിച്ചു വലിക്കുമ്പോൾ ആ കുട്ടിക്കൊരു അസഹ്യത ഉണ്ടാവും. ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ? ആകെ ഒരു അസഹ്യത ഉണ്ടാവും കുട്ടിക്ക്. നമ്മൾ പിടിച്ചു വലിക്കണം, കയ്യൊക്കെ വയ്യാന്നൊക്കെ പറഞ്ഞ് എന്നാലും പിടിച്ചു വലിച്ചു. നേരെ മറിച്ച് വലിയൊരാൾക്ക് ബനിയൻ ഇടുമ്പോഴോ ഷർട്ട് ഇടുമ്പോഴോ ഡ്രസ്സ് ഇടുമ്പോഴോ പ്രയാസമില്ല, ഒരായാസമില്ല, അത് അഴിച്ചിടാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് ഡ്രസ്സ് ഇടാൻ ഒരു വിഷമമില്ല നമുക്ക്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് നാം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ, മനസ്സിനെ പതുക്കെ പതുക്കെ ശരീരബോധത്തിൽ നിന്നും ഈശ്വരബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശരീരം വിടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അവരൊരിക്കലും പ്രേതങ്ങളായി തീരില്ലയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിശ്ചയിക്കാം നമ്മൾ ഏതായിത്തീരണം, പ്രേതമായിട്ട് തീരണോ അതോ നല്ലവരായിട്ട് വിട്ടുപോകണോ എന്നുള്ളത്. വേറെ ഒന്നും ചിന്തിക്കേണ്ട പറയാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ആക്സിഡന്റിലൂടെ മരിക്കുന്നവര്, ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവര്, അവരെയൊന്നും നമ്മുടെ ആചാര്യന്മാര്, നിങ്ങൾക്ക് കാണാം ഒരു ശ്ലോകമുണ്ട്, അവരെയൊക്കെ പ്രേതാത്മാക്കളായിട്ടേ കരുതുള്ളൂ പ്രിയാണ്. മിന്നൽ കൊണ്ട് മരിക്കുന്നവര്, കാരണം അവരുടെ മനസ്സ് ശരീരത്തെ വിട്ടുപോകാനുള്ള അഭ്യസിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവർ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരിക, അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക എന്ന് പറയാണ്. അത് പ്രേതഭാവങ്ങളിലേക്ക് പോവും. അങ്ങനെ പ്രേതഭാവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും ഇനിയൊരു ശരീരത്തെ എടുക്കാൻ എന്ന് പറയാൻ സാധ്യമല്ല. കുറെ കാലം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്ന് പറയാണ്. ദുന്ദുകാരിയുടെയൊക്കെ കഥ നമുക്ക് അതിനുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതൊന്നും ഇല്ല എന്നൊന്നും നിഷേധിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മൾ കാണാത്തതിനെ ഇല്ല നമുക്ക് എങ്ങനെ നിഷേധിക്കാം? അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ? നമ്മൾ പലതും കണ്ടിട്ടില്ല. കാണാത്തതൊക്കെ ശ്വസിക്കുന്ന വായുവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഇല്ല, കാണാത്തത് കൊണ്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എല്ലാം അതിസൂക്ഷ്മമായിട്ട് അതിൻ്റെതായ തലങ്ങളിൽ ഉണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് ഇവിടെ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് 12 കൊല്ലം കഠിന തപസ് ചെയ്തിട്ട് അദ്ദേഹം മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി പിന്നീട് ശരീരം ഉപേക്ഷിച്ചു പ്രിയാണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാർക്ക് ഇങ്ങനെയൊരു അഭ്യാസം പറ്റിയിരുന്നു, ശരീരത്തെ സ്വച്ഛന്തമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുക. നമ്മുടെയൊക്കെ മുത്തശ്ശിമാർക്കൊക്കെ ഇത് സാധിച്ചിരുന്നു. മരിക്കുന്നതിനൊക്കെ മുമ്പ് മുത്തശ്ശന്മാരൊക്കെ നാമം ചൊല്ലിക്കൊണ്ട് മരിച്ചിരുന്നു പ്രിയാണ്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടിടരുതെന്നാണ്. പിന്നെയോ അവരെ വീട്ടിൽ കിടത്തിയിട്ട് അവരുടെ നെഞ്ച് തടവിക്കൊണ്ട് അവരുടെ ചെവിയിൽ നാമം ചൊല്ലിക്കൊണ്ട് വേണം അവരെ മരിപ്പിക്കാൻ.
അങ്ങനെയാണെങ്കിൽ അവർക്ക് സദ്ഗതി കൈവരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ രാമായണത്തിൽ ഈ ഭാഗം വരും. അച്ഛൻ മരിച്ചപ്പോ ഭരതൻ ഇരുന്ന് കരയുമ്പോ വസിഷ്ഠൻ ചെന്ന് പറഞ്ഞു കൊടുക്കും, ഉണ്ണി കരയരുത്, മരിച്ചൊരു വ്യക്തിയുടെ അടുത്ത് എന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ജീവന് സൽഗതി കിട്ടില്ല എന്നാണ്. ആ ജീവൻ വേണ്ട സ്ഥലങ്ങളിലേക്ക് പോവില്ല. അതുകൊണ്ട് ഒരിക്കലും കരയരുതിരുന്ന് നാമം ചൊല്ലൂ. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് രാമായണം വായിച്ചാൽ ഈ ഭാഗം മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഹിന്ദു സംസ്കാരത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ എന്തോ അറിയില്ല, നമുക്കൊക്കെ ആ സെന്റിമെന്റ് കാരണം അയ്യോ പോയല്ലോ പറഞ്ഞ നമ്മൾ നെഞ്ചത്തടിക്കണോ, കരയണോ, ബഹളം വെക്കണോ, എന്നിട്ട് നമ്മൾ അറിയുന്നില്ല അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. കരയണ്ടെന്ന് പറയുന്നില്ല, കരഞ്ഞോളൂ. പക്ഷെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞ രണ്ട് കാര്യം, അയാൾക്ക് പോകേണ്ടടുത്ത് പോവുകയും ചെയ്യാം, നമുക്ക് കരച്ചിൽ വരി. മനസ്സിലായി? 2 in 1 എന്ന് പറയാണ്. നാരായണാന്ന് വിളിച്ചു കരഞ്ഞോളൂ, ഭഗവാനെ വിളിച്ചു കരഞ്ഞോളൂ. അയ്യോ ഇനിയിപ്പോ എനിക്ക് ആരുമില്ലല്ലോ, ഞാനിനിപ്പോ എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ മരിച്ചോളൂ, അവിടെ ചെയ്യൂല്ല. എന്നാ ഇങ്ങനെയൊക്കെ കരയുന്ന ആളുണ്ടല്ലോ, അങ്ങനെ മരിച്ചു പോകുന്ന ആളെ കാണുമ്പോൾ അങ്ങനെ എന്താ വിളിച്ചു പറയുന്നത്? അയ്യോ കുട്ടികളെ, കുട്ടികളുടെ അച്ഛൻ പോയല്ലോ, ഇനിയിപ്പം നമുക്ക് ആരാളുള്ളത്, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? എന്നാൽ ആ ശരീരം എടുത്തുകൊണ്ടുപോകുമ്പോൾ പറയും, കുട്ടാ അച്ഛന്റെ അരയിൽ എന്തോ ഉണ്ട്, അച്ഛന്റെ കയ്യിൽ മോതിരണ്ട്, അതൊക്കെ അഴിച്ചു വെച്ചോളൂ, നമുക്ക് ആരുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഭക്തി പറയുന്നത്, നല്ല സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അരയിലും കയ്യിലുള്ള സാധനം വിട്ടുപോകാൻ പ്രയാസമുള്ള നമ്മളാണ് ആ സ്നേഹത്തോടുകൂടി നെഞ്ചത്തടിച്ച് കരയുന്നത്. എവിടെ കിടക്കുന്നു നമ്മുടെ സ്നേഹം? അരയിൽ ആരെങ്കിലും അറിഞ്ഞാൽ വല്ല എന്താണ് താക്കോലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടുക, അയാളെ ഒരു വഴിക്ക് വിടില്ല, അഴിച്ചു വെച്ചിട്ട് തന്നെ വിടുള്ളൂ. ഇങ്ങനെ വരെ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ നമ്മുടെ വെറും മനസ്സിന്റെ കുറെ വിഭ്രമങ്ങളാണെന്ന് ശാസ്ത്രം പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞ് ഈ കഥ ഇവിടെ ഉപസംഹരിപ്പിക്കുമ്പോൾ ഈ കഥയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണിച്ചു തരികയാണ്. യമദൂതന്മാര് യമലോകത്തിലെത്തിയപ്പോൾ യമരാജാവ് ചോദിച്ചു, ഇതെന്താ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളൊക്കെ മര്യാദയ്ക്ക് അനുസരണശീലമുള്ള ജോലിക്കാരായിരുന്നല്ലോ, കേരളത്തിലെങ്ങാനും പോയോ? സ്ട്രൈക്കൊക്കെ തുടങ്ങിയിരിക്കണോ? നിങ്ങൾക്കും തുടങ്ങി കൊടി പിടിക്കലും കാര്യങ്ങളൊക്കെ. ഒരുത്തനെ തൂക്കിക്കൊണ്ടുവരാൻ പോയതല്ലേ, ഇന്നിപ്പോ എന്താ കൈയും വീശൊക്കെ വരുന്നത്? അപ്പൊ അവര് പറഞ്ഞു, അല്ല യമരാജാവേ, ഞങ്ങൾ സ്ട്രൈക്കൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ചോറ് തരുന്നവരോട് നന്ദി കാണിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയി അജാമിളനെ കൂട്ടിക്കൊണ്ടുവരാൻ കയറിട്ടു. വലിക്കുന്ന സമയത്ത് അതാ വരുന്നു വിഷ്ണുദൂതന്മാര്, ഇയാളൊരാലർച്ചാൽ അറിയിക്കും നാരായണ പറഞ്ഞിട്ട്. അതായത് അവര് പറഞ്ഞു, ഭാഗവത ധർമ്മപ്രകാരം ഇയാൾ എല്ലാ പാപത്തിൽ നിന്ന് മുക്തരാണെന്ന്. എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുള്ള ഈ ഭാഗവത ധർമ്മം? അങ്ങേക്ക് അറിയോ അതിനെക്കുറിച്ച് വല്ലതും? അറിയാണെങ്കിൽ അങ്ങ് ഞങ്ങളെ പറഞ്ഞു നോക്കില്ലല്ലോ. ഉടനെ യമരാജാവ് 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, വളരെ മനോഹരമായ രണ്ട് ശ്ലോകമുണ്ട്, 20ഉം 21 ശ്ലോകങ്ങളിൽ പറയാണ്, ആ ഭാഗവത ധർമ്മം അറിയുന്നവര് വളരെ കുറവാണ്. ആരൊക്കെയാണത്? സ്വയംഭൂ നാരദ ശംഭൂ കുമാരകപിലോ മനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മാം ബലിർവയ്യാസകീ വയം ദ്വാദശേ ദേവി ജാനീനോ ധർമ്മം ഭാഗവതം ബടാ ഗുഹ്യം വിശുദ്ധം ദുർബോധം യജ്ഞാത്വാമൃതമസ്തുതേ. പറയുന്നു, ആർക്കൊക്കെയാണതറിയ? സ്വയംഭൂ ബ്രഹ്മാവിനറിയാം, നാരദ മഹർഷിക്കറിയാം, കുമാരോ കുമാരന്മാർക്കറിയാം, സനൽകുമാരാദി ഋഷീശ്വരന്മാർക്കറിയാം. പിന്നെയോ കപില മഹർഷിക്കറിയാം. അത് കഴിഞ്ഞിട്ട് സ്വയംഭൂ മനുവിനറിയാം. അത് കഴിഞ്ഞിട്ടോ പ്രഹ്ലാദോ അസുരക്കുട്ടിയായ പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ വെച്ചത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജനകരാജാവ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭീഷ്മൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരസയിൽ കടന്ന ഭീഷ്മൻ ഭാഗവതം മനസ്സിലാക്കിയ ആളാണ് പറയാണ്. അത് കഴിഞ്ഞിട്ട് അസുരചക്രവർത്തിയായ മഹാബലി ഭാഗവതം മനസ്സിലാക്കിയൊരു മഹാത്മാവാണ്. നോക്കണേ, യമരാജാവാണ് പറയുന്നത്, ബലി ഒരു വലിയ ഭാഗവതോത്തമനാണെന്നുള്ള വലിയ ഭക്തനാണ്. അത് കഴിഞ്ഞിട്ട് വൈയാസകി വ്യാസപുത്രനായ ശ്രീശുകൻ അത് മനസ്സിലാക്കിയവനാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 12 പേരായ ഞങ്ങളാണ് ഭാഗവതം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ അമൃതമശ്നുതേ, അവർക്ക് പിന്നെ മരണമില്ല എന്നത് സത്യം തന്നെയാണ് പറയാണ്. അപ്പോ ഈ ഭാഗവത ധർമ്മം നമ്മൾ ഉൾക്കൊണ്ടുകഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് പിന്നെ മരണഭയമുള്ളത്? അതിൽ മുക്തരായിത്തീരുമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, ശരിയാണ്, എങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കയ്യും കെട്ടി ഇവിടുന്ന് ചാപ്പാട് കഴിച്ചിരിക്കുക എന്നുള്ളത്. ഒരു പണി ഞാൻ പറഞ്ഞുതരാം, വേഗം വിട്ടോളൂ എന്ന്. എങ്ങോട്ടാ യമരാജാവെ പോകേണ്ടത്? എടപ്പള്ളിക്ക് തന്നെ പോയിക്കോളുന്നു. ഇപ്പോഴല്ല, പിന്നെ നമ്മൾ ആരൊക്കെയാണ് അവിടുന്ന് കൊണ്ടുവരേണ്ടത്? പറയുന്നു, താനാനയദ്വമസദോകര വിഷ്ണു വിമുഖാന്യുകുന്തോപ മുകുന്ദപാദാരവിന്ദമകരന്ദര സാജിതസ്വം
നിഷ്കിഞ്ചനേ പരമഹംസകുലൈരസക്മൈ ജുഷ്ടാൽ ഗൃഹേ നിരയവത്മനി ബദ്ധതൃഷ്ണൻ. ഗൃഹത്തിൽ ആസക്തരായി ടിവിയും കണ്ട് സീരിയലും കണ്ട് ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് അതിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോ പിടിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഇന്ദുമുഖിയും ചന്ദ്രമുഖിയൊക്കെ കാണുമ്പോൾ ആലോചിക്കുക, ഇവര് പുറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അവരെയൊക്കെ പിടിച്ചു തൂക്കിക്കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മനസ്സെവിടെയില്ലെങ്കിൽ മുകുന്ദപാദാരവിന്ദ വിമുഖം, ഭഗവാന്റെ പാദാരവിന്ദത്തിൽ വിമുഖമായിട്ട് അവരാ സമയത്തൊന്നും ഭഗവാനെ സ്മരിക്കാതെ ഈ എന്ത് അഞ്ജലിയാണ്, എന്തൊക്കെ അഞ്ജലികൾ ഉണ്ടെന്നാ പറയുന്നത്, കാവ്യാഞ്ജലിയോ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പാ ആരെങ്കിലും പാർട്ടി ഉണ്ടാക്കിക്കോട്ടെ, ആരെങ്കിലും നേതാവായിക്കോട്ടെ, ഇരുന്നാമം ചൊല്ലിയിട്ടില്ല എങ്കിൽ അതിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ പുറകിൽ പട്ടിയെ തൂക്കുന്ന പോലെ ഒരു കയറ് വലിയും. അപ്പം മനസ്സിലാക്കുക അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന്. സൂക്ഷ്മരൂപത്തിൽ യമരാജാവിന്റെ ദൂതന്മാർ നോക്കും, എത്ര സീരിയൽ കണ്ടിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് കാണുന്നത്, സന്ധ്യയ്ക്ക് കാണുന്നുണ്ടോ, ഇരുന്ന് നാമം ചൊല്ലുണ്ടോ, ഭാഗവത ധർമ്മക്കൊണ്ടോ കയ്യിൽ, ഒക്കെ നോക്കും. അങ്ങനെയൊക്കെ ഉള്ളവരെ അല്ല സ്വാമി സീരിയൽ കാണുന്നവരൊക്കെ കൊണ്ടുവന്നാണോ പറയുന്നത്? അങ്ങനെയാണെന്ന് വെച്ചാൽ കേരളം മുഴുവൻ അവിടെയാവുമല്ലോ എന്ന്. അതാ പറഞ്ഞ സ്വർഗത്തിൽ ഇപ്പൊ ആള് കുറവാണത്രേ. അതുകൊണ്ട് അവിടേക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെ പോകണമെന്നാണ്. അവിടേക്കൊക്കെ പോകാൻ തയ്യാറാവണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. പിന്നെ പറയുന്നു, നല്ലൊരു നാവ് ഈശ്വരൻ തന്നിട്ട്, നല്ലൊരു ബുദ്ധി ഈശ്വരൻ തന്നിട്ട് അതൊന്നും പ്രയോജനപ്പെടുത്താതെ ജിഹ്വാനഭക്തി ഭഗവൽ ഗുണനാമധേയം ചേതസ്സനസ്മരതരണാരവിന്ദം കൃഷ്ണായനോ നമതിയശ്ചിരേകദാപി താനാനയദ്ദമസദോ കൃതവിഷ്ണുദുത്യൻ. ദൂതന്മാരെ, ആരാണോ നല്ലൊരു മനസ്സുണ്ടായിട്ടും ഭഗവാനെ സ്മരിക്കാത്തത്, നല്ലൊരു നാവുണ്ടായിട്ട് ഭഗവാനെ സ്തുതിക്കാത്തത്, നല്ലൊരു ശരീരമുണ്ടായിട്ട് ഭഗവത് സേവ ചെയ്യാത്തത്, നല്ലൊരു തലയുണ്ടായിട്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നമിക്കാത്തത്, അങ്ങനെയുള്ള വിവേകമൊന്നും ഇല്ലാത്ത ആളുകളെ ആനയത്വം കൂട്ടിക്കൊണ്ടുവന്നാലും എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യമഹയുടെ മുകളിൽ ഇങ്ങനെ നടക്കുന്നത് യമദൂതന്മാര്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരായി തീരരുത് നമ്മളോട് പറയാണ്. ഇപ്രകാരം അജാമിലോപാഖ്യാനം എന്ന ഉപാഖ്യാനം പറഞ്ഞിവിടെ ഉപസംഹരിപ്പിക്കണം. അപ്പൊ ആരാണ് അജാമിളൻ എന്ന് പറഞ്ഞാൽ? അജം എന്ന് പറഞ്ഞാൽ ജനനമരണമില്ലാത്ത ഒരു മനസ്സിന്റെ തത്വത്തെ മനസ്സിലാക്കിയവൻ ആരോ അവൻ അജാമിളൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജനനമരണമില്ലാത്ത മനസ്സിനെ ഈശ്വരനുമായി മീളനം ചെയ്യിച്ചവൻ, ചേർത്ത് വെച്ചവൻ ആരോ അവൻ അജാമിളൻ. ഇപ്രകാരം ഞാനും നിങ്ങളൊക്കെ ഭഗവത് സ്മരണയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല, ദുർഗതി ഉണ്ടാവില്ല, സൽഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും അതൊക്കെ ഗുരുവായൂരപ്പന്റെ പരീക്ഷണങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഭഗവാൻ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെയൊക്കെ നമുക്ക് സധൈര്യം കടന്നുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സൽഗതി മാത്രമേ വരുള്ളൂ. ഭഗവാൻ പറഞ്ഞതുപോലെ നഹി കല്യാണകൃത് ദുർഗതിം ഗച്ഛതി, ഒരിക്കലും ദുർഗതി നമുക്ക് വരില്ല. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ജീവിതം മരണം വരെ സന്തോഷമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു. ഇനി വൃത്രാസുര ചരിതം, അത് കഴിഞ്ഞ് ചിത്രകേതൂപാഖ്യാനം, അത് കഴിഞ്ഞ് 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിതവും ഭഗവാന്റെ നരസിംഹാവതാരമൊക്കെ കാണും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.